ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ 3 പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതാ നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് വെച്ച് വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിതാ 3 പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇതാ തിളച്ച് വന്ന് കായ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് വരെ ഈ പച്ചക്കായ ഈ വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് കിട്ടണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ അതാ നമ്മളെ പച്ചക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതിൽ നിന്നത് കോരിയെടുത്തിട്ടുണ്ട്. ഇത് ഹാഫ് വേവിലാണ് ഞാനിതാ കോരിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം കുറച്ച് ചൂടാറിയതിന് ശേഷം ഇതാ ഞാൻ അതിൻ്റെ തൊലി എടുത്ത് മാറ്റുകയാണ്. ഇതുണ്ടോ, ഇപ്പോൾ ഇതാ പഴുത്ത പഴം പോലെ ആയി കിട്ടിയിട്ടില്ലേ. പച്ചക്കായാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ തൊലിയൊക്കെ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മളൊന്നും കൂടെ അത് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്ക് പീസാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് മെല്ലെ മെല്ലെ തൊലിച്ചെടുക്കുന്നത്. വേണ്ട, ഞാൻ വട്ടത്തിൽ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കനത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പീസാക്കി വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഇതാ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കായ കഷ്ണങ്ങളാക്കി വെച്ചത് ഇതാ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് കുറേശ്ശെ ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും എന്താ ഒരു 10 മിനിറ്റ് വരെ ഇങ്ങനെ വറുത്ത് കോരാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. ഇങ്ങനെ കായ ഇത്രയും കട്ടിയിൽ കഷ്ണങ്ങളാക്കിയത് കൊണ്ട് ഇങ്ങനെ വറുത്ത് വരാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇത് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തേക്ക് ഇത് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോരി വെച്ചത് ഒന്ന് ചൂടാറിയതിന് ശേഷം അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല എരിവുള്ള മുളകും പൊടിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളതിലേക്ക് ആവശ്യമായത് ഉപ്പാണ് ചേർക്കുന്നത്. വേണ്ടോ, അപ്പോൾ നമ്മളിതാ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തത് കാരണം ഈ എരിവും ഉപ്പും കൂടി ആകുമ്പോൾ ഈ കായ വറുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഷുഗർ രോഗികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുവരെ ആരും ചെയ്യാത്തൊരു ഐറ്റമാണ് ഞാനിത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കായ ചിപ്സ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഉപ്പും മുളകും നമ്മൾ ചേർക്കാറില്ലല്ലോ. ഇങ്ങനെ ഉപ്പും മുളകും ചേർത്തിട്ട് ഈ കായ വറുത്ത് കോരിയിട്ട് ഇതിട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. നല്ല കറി മുറുകാനുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്.